ഹായ് ഫ്രണ്ട്സ്, ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു നൈറ്റി മെറ്റീരിയൽ കൊണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു നൈറ്റി മെറ്റീരിയൽ കൊണ്ട് നമ്മളൊരു കുർത്തി തയ്ക്കുവാണ്. അത് എലൈൻ കുർത്തിയാണ് തയ്ക്കുന്നത്. അതിൽ ബോട്ടത്തിൽ ഫ്രില്ല് കൊടുക്കുന്നുണ്ട്, അതേപോലെ നമ്മൾ നെക്കിൽ ഒരു ഡിസൈനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വരുന്നത് ചെറിയ സ്ലീവാണ്. ഇതിൻ്റെ മെറ്റീരിയൽ നൈറ്റി മെറ്റീരിയലാണ്, 290 നൈറ്റി മെറ്റീരിയലാണ്. അതങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബോട്ടത്തിന് ഫ്രില്ല് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഫ്രില്ല് വെക്കാനായിട്ട് ഇതേപോലെ ഞാൻ ഹക്കോബയുടെ ഒരു മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. അപ്പം ഞാനിത് ഒരു കുർത്തി തയ്ച്ചിട്ട് ബാക്കി വന്ന മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഏകദേശം 1 മീറ്ററോളം വരും ഈ ഹക്കോബയുടെ മെറ്റീരിയൽ. അപ്പോൾ ഇത് നല്ല വിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ്, അതും കൂടി ഞാനൊന്ന് പറയുവാണേ. അതുപോലെ അത് നമുക്ക് ബോട്ടത്തിൽ ഫ്രില്ല് വെക്കാനും. ഇത് അതേപോലെ മറ്റൊരു കുർത്തി തയ്ച്ചിട്ട് ബാക്കി എനിക്ക് വന്ന ഒരു പീസാണ്. ഇതൊരു നെറ്റിൻ്റെ പീസാണ്, ഒരു സീക്വൻസ് വർക്കോട് കൂടിയ ഒരു പീസും കൂടിയാണ്. അപ്പോൾ ഇത് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാനും കൂടെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന നെക്ക് ഈ നെറ്റിൻ്റെ മെറ്റീരിയലിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഞാൻ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ട് നമ്മളൊന്നും നോക്കാതെ അങ്ങ് കട്ട് ചെയ്യരുത്. നമ്മളതൊന്ന് നോക്കണം. നമ്മളതിൻ്റെ പ്രിൻ്റ് പ്രത്യേകിച്ച് പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ അതിനകത്തിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഒന്ന് ശ്രദ്ധിച്ച്. അപ്പോൾ ഇതിൻ്റെ ഡിസൈന് നമ്മുടെ ആ പൂ മേളിലോട്ടാണ് ഇരിക്കുന്നത്, മുകളിലോട്ടാണ്. ഇത് കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ലീഫ് താഴെയും മുകളിൽ പൂവും. പക്ഷേ അതിൻ്റെ നമ്മൾ 4ആയിട്ട് മടക്കിയപ്പോൾ അതിൻ്റെ അടിയിലത്തെ പീസ് ഇരിക്കുന്നത് കണ്ടോ, പൂവല്ല താഴോട്ടും ഇല മേളിലോട്ടുമാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻറ്റിന് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ഒന്നും നോക്കാതെ നമ്മളിത് കട്ട് ചെയ്താൽ നമ്മൾ ബാക്കിൽ ഒരു ഡിസൈനും ഫ്രണ്ടിലൊരു ഡിസൈനും ആവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് നോക്കുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിന് നമുക്ക് ആദ്യം നമ്മളിതിനകത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുക്കുക. സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് മാറ്റി ഒന്നെങ്കിൽ നമ്മളിത് ലെങ്ത് അനുസരിച്ച്, നമുക്കിപ്പോൾ എത്രയാണോ നമ്മുടെ കുർത്തിയുടെ ലെങ്ത് അനുസരിച്ച് ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ബാക്കി സ്ലീവിനെടുക്കാം, ബാക്കി വരുന്ന പോർഷൻ. അല്ലെങ്കിൽ നമ്മളിതിൻ്റെ ഒന്നും നോക്കാതെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ 4ആയിട്ട് മടക്കുമ്പോൾ നമുക്കൊരു സെൻറ്റർ ഭാഗം കിട്ടുമല്ലോ, ആ ഭാഗം അങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മളിത് തിരിച്ചിടുക. തുണി തിരിച്ചിടുമ്പോൾ നമുക്ക് കറക്റ്റ് ഡിസൈനിൽ കിട്ടും. അപ്പോൾ അങ്ങനെ തുണി തിരിച്ചിടുമ്പോൾ നമ്മുടെ ആ പൂക്കൾ കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ ചെയ്താൽ മതി. ഇനി എന്നിട്ട് ഞാനിത് എലൈൻ രീതിയിലാണ് ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. ഇനി എന്നിട്ട് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതേപോലെ നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തു. അപ്പോൾ നെറ്റിൻ്റെ മെറ്റീരിയലിൽ നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ നിഴൽ നന്നായിട്ടടിക്കും. അപ്പോൾ ആ ബ്ലാക്ക് ഭാഗം അവിടെ കാണത്തില്ല. ഇപ്പോൾ നെറ്റ് മെറ്റീരിയൽ നമ്മളൊന്ന് വെച്ച് നോക്കിയാൽ ഇപ്പോൾ ആ വെള്ളയ്ക്കകത്തിൽ അന്നേലും അത് കറക്റ്റായിട്ട് നമ്മൾ ആ വെള്ളം എടുത്ത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടി ഈ നെറ്റിൻ്റെ അടിയിലൊരു ബ്ലാക്കിൻ്റെ ലൈനിങ് കൂടെ ഞാനിതുപോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് സീക്വൻസ് വർക്കൊക്കെ കറക്റ്റ് എടുത്തറിയാൻ പറ്റും. ആദ്യം നമുക്ക് ഈ നെക്ക് ഒന്ന് കട്ട് ചെയ്യുന്നത് ഇതേപോലെ ഒരു ലൈനിങ് തുണിയിൽ കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് നല്ല പീസ് കട്ട് ചെയ്യാം. അപ്പോൾ ലൈനിങ് തുണിയുടെ മുകൾ വശം ഞാൻ ഇതേപോലെ ഒരു ലൈൻ കൊടുത്ത് കറക്റ്റ് ഒരു ലൈൻ കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി എത്രയാണോ നമുക്ക് അതിൻ്റെ വിഡ്ത്ത് വേണ്ടത്, ഇവിടെ ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണ് വിഡ്ത്ത് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ വിഡ്ത്ത് 6 ഇഞ്ച് കൊടുത്തു. ഇനി താഴേക്ക് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണം. ലെങ്ത് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതനുസരിച്ച് കൊടുക്കാം. യോക്കിൻ്റെ ഇറക്കം നമുക്ക് 12 കൊടുക്കാം, 13 കൊടുക്കാം, 14 കൊടുക്കാം, 15 കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ച് ലെങ്ത് കൊടുത്തു. ഇനി എന്നിട്ട് താഴ്ഭാഗത്തും അതേപോലെ 6 ഇഞ്ച് വിഡ്ത്തൂടെ കൊടുത്തിട്ട് അതൊരു ബോക്സാക്കി വരച്ചെടുക്കണം. അപ്പോൾ കറക്റ്റ് ബോക്സ് ലൈൻ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ സെൻറ്ററിലും 6 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊരു സ്കെയിൽ ഉപയോഗിച്ച് കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കാം. വരച്ച് കൊടുക്കുമ്പോൾ അതൊരു ബോക്സായേ. അപ്പോൾ ഇനി എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി താഴേന്ന് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വരച്ച ആ ലൈനിൽ നിന്ന് നമ്മുടെ ആ സെൻറ്റർ ഭാഗത്തേക്ക് ഒരു ലൈൻ കൊടുക്കുക. ലൈൻ കൊടുക്കുമ്പോൾ നമുക്കിതേപോലെയാണ് ഒരു ഡിസൈൻ കിട്ടുന്നത്.
അപ്പോൾ ഇത് വേണ്ടാത്തവർക്ക് സ്ക്വയർ മാത്രം മതിയെങ്കിൽ സ്ക്വയർ ചെയ്യാം, അല്ല റൗണ്ട് മാത്രം മതിയെങ്കിൽ റൗണ്ട് ചെയ്യാം. ഇത് തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കാം. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആ നെറ്റിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നെറ്റിൻ്റെ പീസ് ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് 2 പീസ് തമ്മിൽ ഒരുമിച്ചിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊരു കട്ടിങ് ഉണ്ട്. അത് നമുക്ക് നിവർത്തിയിടുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഇതേ രീതിയിൽ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കാം. 6 ഇഞ്ച് വെട്ടിയിലും താഴേക്ക് 14 ഇഞ്ച് ലെങ്തിലും കറക്റ്റായിട്ട് നമുക്കിതേപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കണം. അപ്പോൾ കട്ട് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. സെൻറ്റർ ഭാഗത്ത് ഞാനൊരു ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് നെറ്റിൻ്റെ ഫാബ്രിക്കിൽ. അപ്പോൾ നെറ്റ് എനിക്ക് ഇത്രയും കറക്റ്റ് വിഡ്ത്തിൽ എനിക്ക് കിട്ടിയില്ല, കുറച്ച് വ്യത്യാസം കണ്ടോ. സെൻറ്റർ ഭാഗത്ത് ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തേക്കുന്നത് കണ്ടോ, സ്റ്റിച്ച് കൊടുത്തേക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതേപോലെയാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല, നമ്മൾ ആ ബ്ലാക്കിൻ്റെ കറക്റ്റ് അടിവശത്തോട്ട് നമ്മൾ വെക്കുന്നത് കൊണ്ട് നമുക്ക് ആ സ്റ്റിച്ച് എടുത്തറിയത്തില്ലേ. ഇനി എന്നിട്ട് ഇത് തമ്മിലൊന്ന് ജോയിൻ്റ് ചെയ്യണം. ജോയിൻ്റ് ചെയ്യാന്ന് വെച്ചാൽ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ ഇതിൻ്റെ നല്ല വശവും നെറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ നല്ല വശവും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ജോയിൻ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡ് ജോയിൻ ചെയ്യണം, അതേപോലെ ഈ സൈഡ്, ആ സൈഡ്, അതുപോലെ മറ്റേ സൈഡ്. ഈ ഇത്രയും ഭാഗം ചെയ്താൽ മതി. ഈ മുകൾ ഭാഗം നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ട എന്ന് വെച്ചാൽ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് തിരിച്ച് ഇടേണ്ടതാണ്. അപ്പോൾ ഒരു 4 ഇഞ്ചിൻ്റെ ഡിസ്റ്റൻസിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി എന്നിട്ട് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ഇത് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ കിട്ടണ്ടേ. അതിന് വേണ്ടി നമ്മൾ ഓരോ ഇഞ്ച് ഇടവിട്ട് താഴ്ഭാഗത്തിന് ഇതുപോലെ കട്ടിങ് കൊടുക്കണം. കട്ടിങ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൊന്നും കട്ടിങ് കൊള്ളരുത്. അപ്പം നമുക്ക് ആ ഭാഗത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോൾ. അപ്പോൾ എന്നിട്ട് ഇത് നമുക്കൊന്ന് തിരിച്ചിടുമ്പം നല്ല വശം നമ്മുടെ ഫ്രണ്ടിൽ വരും. ഇനി എന്നിട്ട് ഈ ഭാഗത്ത് കണ്ടോ തിരിച്ചിടുമ്പോൾ ഒരു ഭംഗിയില്ലാതെ കിടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തെ കോർണർ ഭാഗം ഒന്ന് കൂർമ്മിച്ചിരിക്കാൻ വേണ്ടി എന്തെങ്കിലും അറ്റം മുനഭാഗമുള്ള എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തിക്കൊടുത്താൽ മതി. കുത്തിക്കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കുത്തണം, അല്ലെങ്കിൽ തുണി കീറിപ്പോവും. ഒന്നാമത് ഇത് നെറ്റിൻ്റെ മെറ്റീരിയലാണ്, പെട്ടെന്ന് കീറിപ്പോവും. അപ്പം ഞാനിതുപോലെ കത്രികയുടെ അറ്റം വെച്ചിട്ട് പതുക്കെ സൂക്ഷിച്ചൊന്ന് കുത്തിക്കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കോർണർ ഭാഗമെല്ലാം കറക്റ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം തന്നെ നമുക്ക് ഒന്നും കൂടെ അറ്റത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തൊന്ന് കൊടുക്കണം. അപ്പം നമ്മുടെ നെക്കിൻ്റെ ഭാഗം കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി എന്നിട്ട് ഈ ഭാഗത്ത് വേണം നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നെക്കൊന്ന് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടി ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 3.5 ഇഞ്ചാണ്. നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് താഴത്തേക്ക് ഒരു 5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. 5 ഇഞ്ചിൻ ലെങ്ത് മാർക്ക് ചെയ്തു. ഇനി എന്നിട്ട് താഴ്ഭാഗത്തും 3.5 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്കതൊരു ബോക്സായിട്ടൊന്ന് വരച്ചെടുക്കണം. ഇതുപോലെ ബോക്സ് പോലെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തിൽ സ്ക്വയർ നെക്കാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് യു നെക്കോ ഏത് നെക്ക് വേണമെങ്കിലും നമുക്ക് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ബോക്സിനുള്ളിൽ മാത്രം നിൽക്കുന്ന നെക്കായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പം ഞാനിത് സ്ക്വയറായിട്ടങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ടോപ്പ് എടുക്കുക. ടോപ്പിൻ്റെ ചീത്ത വശം എടുക്കുക. ഇത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ ചീത്ത വശമാണ്. ഫ്രണ്ട് സൈഡിൻ്റെ ചീത്ത ഭാഗത്ത് നമ്മളിതേപോലെ ഒന്ന് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് 2 സൈഡിലേക്കും 3.5 ഇഞ്ച് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണ് അത് മാർക്ക് ചെയ്യുക. ഇനി എന്നിട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ആ നെറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, ആ പീസ് നമ്മളിതേപോലെ കൊണ്ടുവന്ന് ആ 3.5 ഇഞ്ചിൽ രണ്ടും
കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗത്ത് തന്നെയാണ് താഴ്ഭാഗം ഇരിക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് നമ്മൾ ഇതേപോലെ 3 സൈഡിലും പിൻ കുത്തി കൊടുക്കണം. ഞാൻ കണ്ടോ ഇതേപോലെ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇത് പിൻ കുത്തിയില്ലെങ്കിൽ നമ്മൾ മെഷീനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി നമ്മുടെ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഇതുപോലെ പിൻ കുത്തിയിട്ട് ഞാൻ ഇതേപോലെ 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് സ്ക്വയർ നെക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. മെറ്റീരിയൽ നൈറ്റി മെറ്റീരിയലൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നെക്കിൽ നമ്മളിതേപോലെ ഓരോ കോർണറിലും നമ്മൾ ഓരോ സ്റ്റിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഓരോ ഇഞ്ച് ഇടപെട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഈ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ആ നെക്ക് തിരിഞ്ഞ് വരുന്ന കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ആ ഷേപ്പിൽ നെക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കട്ട് ചെയ്യണം. എന്നിട്ട് നമുക്കിതേപോലെ നെക്കൊന്ന് നല്ല വശത്തേക്ക്, നമ്മൾ ചീത്ത വശത്തല്ല സ്റ്റിച്ച് ചെയ്തേ, എന്നിട്ട് അത് നല്ല വശത്തേക്ക് തിരിച്ചിടുമ്പം കണ്ടോ ആ നെറ്റിൻ്റെ നല്ല ഭാഗം ഫ്രണ്ടിലും വന്നു, നമ്മുടെ നല്ല വശത്ത് തന്നെ വന്നു. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി എന്നിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജിൽ കൂടെ നമ്മുടെ ആ സ്ക്വയർ നെക്കിൻ്റെ 3 എഡ്ജിൽ കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുക്കണം. സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മറ്റേ സൈഡുണ്ടല്ലോ ആ സൈഡിൽ ഞാൻ ഇതേപോലെ ഈ ക്രോഷേ ലേസ്, ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതേപോലെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ട്, ലേസ് വെച്ച് കൊടുക്കുന്നത് ഈസിയാണ്. ഇതേപോലെ ആ ലേസ് അടിഭാഗത്ത് വെച്ചിട്ട് ആ നെറ്റിൻ്റെ പീസിൻ്റെ അടിഭാഗത്തോട്ട് വെച്ചിട്ട് ഇതേപോലെ നമ്മളൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലേസ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഇരിക്കാൻ വേണ്ടി, എന്നിട്ട് നമുക്കിതൊന്ന് അയൺ ചെയ്താൽ മതി. ആ ലേസ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ അങ്ങ് ഇരിക്കും. ഇനി എന്നിട്ട് അങ്ങനെ നമ്മൾ ലേസ് വെച്ച് കൊടുത്തു. ഇനി എന്നിട്ട് നമ്മുടെ ബാക്കിൻ്റെ നല്ല വശം ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ ഷോൾഡറിന് വേണ്ടി 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് താഴത്തേക്ക് നെക്കിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാൻ. ഇവിടുത്തെ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 ഇഞ്ച്, നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ 3.5 ഇഞ്ചുമാണ് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇഷ്ടമുള്ള നെക്ക് മാർക്ക് ചെയ്യാം. അത് സ്ക്വയറായിട്ട് ഒരു ബോക്സ് പോലെ വരച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഞാനൊരു ആംഹോളിൻ്റെ കർവ് വെച്ചിട്ട് ഒരു യു നെക്കാണ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യും. ഇനി എന്നിട്ട് നമുക്ക് ഈ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം 1.5 ഇഞ്ച് വിഡ്ത്തിലുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് നമ്മളത് ഒറ്റ സ്ട്രിപ്പായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ജോയിൻ്റ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ഈ ക്രോസ് പീസ് നടുവേ ഒന്ന് മടക്കിയിട്ട് 1/4 ഇഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ റൗണ്ടേ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. നമ്മളത് ക്രോസ് പീസ് വെച്ച് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് കറക്റ്റായിട്ട് അതേപോലെ യു കിട്ടും. ഇനി എന്നിട്ട് ഇതൊന്ന് നമ്മൾ മുമ്പ് ഓരോ ഇഞ്ച് ഇടപെട്ട് കട്ടിങ് കൊടുത്തതുപോലെ ഇവിടെയും നമ്മൾ കട്ടിങ് കൊടുക്കണം. കട്ടിങ് കൊടുക്കുമ്പോൾ ഈ ക്രോസ് പീസ് കറക്റ്റായിട്ട് കിട്ടും. ഈ കട്ടിങ്ങും കൊടുത്തിട്ടാൽ മതി നമ്മളത് സ്റ്റിച്ച് ചെയ്യേണ്ട നെക്ക്. ഇനി എന്നിട്ട് നെക്ക് ഒരിക്കലും പതിച്ചടിക്കരുത്. നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ട് വേണം നെക്ക് പതിച്ചടിക്കാൻ. അതിനു വേണ്ടി ബാക്കിൻ്റെ നല്ല വശം ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ ഫ്രണ്ട് ഭാഗവും ഒന്ന് നിവർത്തി ഇട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ആ ബാക്കിൽ നമ്മൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത ആ ജോയിൻറ്റ് ഭാഗമില്ലേ, ആ ഭാഗത്തോട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ പീസ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ ബാക്കിലെ ക്രോസ് പീസ് ഉണ്ടല്ലോ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിടണം. ആ ക്രോസ് പീസ് ഇത് കണ്ടോ ഇതേപോലെ നമ്മളത് ഫ്രണ്ട് ഭാഗത്തേക്ക് തിരിച്ചിടണം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തയ്യൽ തുമ്പൊന്നും കാണാതെ നമുക്ക് ഇതേപോലെ ഫിനിഷായിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇതേപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തു. ഇനി എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കറക്റ്റ് നെക്കൊന്ന് വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ബാക്കിൻ്റെ നെക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി എന്നിട്ട് നമുക്കതിൻ്റെ എഡ്ജ് ഭാഗത്തുകൂടി സ്റ്റിച്ച് ചെയ്യാം. അതേപോലെ എഡ്ജ് ഭാഗത്തോട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ക്രോസ് പീസിൽ നമ്മൾ ഹെമ്മിങ് ചെയ്യേണ്ടതായിട്ട് വരും.
അങ്ങനെ ഹെമ്മിങ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത് തിരിച്ചിടുക. കണ്ടോ, ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് നമ്മൾ ആ ക്രോസ് പീസിൻ്റെ അറ്റം ഉണ്ടല്ലോ അതിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അല്ല എങ്കിൽ നമ്മുടെ ആ നെക്കിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഹെമ്മിങ് ചെയ്താലും മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് നമുക്ക് ആ പീസൊന്ന് കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ വിട്ടുപോയ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് പറയാൻ മറന്നുപോയി. അപ്പോൾ ലെങ്ത് ഞാൻ ഇതുപോലെ കൊടുത്തേക്കാമേ. ലെങ്ത് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ് നമ്മുടെ കുർത്തിയുടെ ലെങ്ത്. ഷോൾഡറിനും താഴത്തേക്കും 1/2 ഇഞ്ച് കൊടുത്ത് 41 ഇഞ്ചിലാണ് നമ്മൾ ഇത് കുർത്തി ലെങ്ത് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഇനി എന്നിട്ട് നമുക്ക് താഴത്തേക്ക് ഫ്രില്ലിനുള്ള ഇത് കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ ആ മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആ 1 മീറ്ററിൻ്റെ ആ പീസ് ഹക്കോബയുടെ പീസ് 4ആയിട്ട് മടക്കിയിട്ടിട്ട് നമുക്കിതിനകത്തിൽ ലെങ്ത് എത്ര വേണമെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യണം. അപ്പം 47 ഇഞ്ചാണ് എൻ്റെ ലെങ്ത് വേണ്ടത്, എനിക്ക് കുർത്തിയുടെ ലെങ്ത് വേണ്ടത്. അതിനു വേണ്ടി ഈ പീസ് 4ആയിട്ട് മടക്കിയിട്ടിട്ട് 8 ഇഞ്ച് ലെങ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 7 ഇഞ്ച് കിട്ടും. അപ്പം മുകൾ ഭാഗത്ത് 40 ഇഞ്ചും താഴ് ഭാഗത്ത് 7 ഇഞ്ചോട്ട് കൂട്ടി 47 ഇഞ്ചിൽ നമുക്ക് കുർത്തി കിട്ടുകയും ചെയ്യും. അങ്ങനെ 8 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ വിട്ട് എനിക്ക് ഇച്ചിരി കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ വിട്ട്. നമുക്ക് 1 മീറ്റർ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വിട്ട് കിട്ടുവേ. ഇനി എന്നിട്ട് അപ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കിയത് കൊണ്ട് 4 പീസാണ് നമുക്ക് കിട്ടുന്നത്. ആ 4 പീസും ഒന്ന് ജോയിൻ്റ് ചെയ്തൊന്ന് എടുക്കണം. ആ ജോയിൻ്റ് ഭാഗത്ത് നമുക്ക് ആ ഫ്രില്ല് കറക്റ്റായിട്ട് വന്ന് ആ ജോയിൻ്റ് ചെയ്ത ഭാഗമൊന്നും നമ്മൾ കാണത്ത പോലുമില്ലേ. അങ്ങനെ എല്ലാ പീസും ഒന്ന് ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് താഴത്തേക്ക് വരുന്ന ആ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് മടക്കി അടിക്കണം. എന്ന് വെച്ചാൽ 4 ഇഞ്ച് വെച്ചിട്ട് നമ്മളിതേപോലെ ഒന്ന് മടക്കി അടിച്ചൊന്ന് കൊടുക്കണം. 4 ഇഞ്ച് വെച്ച് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ നമ്മുടെ അടിഭാഗമല്ലേ, അപ്പം നമുക്ക് കറക്റ്റായിട്ട് 1/2 ഇഞ്ചിലൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട. 4 ഇഞ്ച് വെച്ചിട്ട് നമ്മളിതേപോലെ അടിഭാഗം ഒന്ന് നേർത്തതായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി എന്നിട്ട് നമുക്ക് മുകൾ ഭാഗം പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം. നമ്മൾ അടിച്ച് മറിക്കാൻ വേണ്ടി 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ. ഇതേപോലെ ഓരോ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുക. പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് നമ്മളിതേപോലെ ഫ്രില്ലിട്ട് കൊടുക്കുമ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ അകത്തി ഇച്ചിരി ഫ്രില്ലിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതേപോലെ ഹക്കോബയുടെ മെറ്റീരിയലോ അല്ലെങ്കിൽ കോട്ടൻ്റെ മെറ്റീരിയലോ വല്ലതാണ് ഫ്രില്ലിടാൻ എടുക്കുന്നതെങ്കിൽ നമ്മളിതൊന്ന് ഇച്ചിരി ഒന്ന് അകത്തി ഒന്ന് ഫ്രില്ലിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. പക്ഷേ നമ്മളിത് ജോർജറ്റോ ഷിഫോണോ വിചിത്ര സിൽക്കോ അങ്ങനെയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഫ്രില്ലിടുന്നതെങ്കിൽ ഇച്ചിരി അടുപ്പിച്ചിട്ടാലും നല്ലതായിരിക്കും. അതൊരു തളർന്ന മോഡൽ മെറ്റീരിയലല്ലേ അതൊക്കെ. അപ്പോൾ അതാകുമ്പം അങ്ങ് ഒഴുക്കം മട്ടിലങ്ങ് കിടന്നോളും. ഇതിപ്പം ഒരു സ്റ്റിഫായിട്ടിരിക്കുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് ഇച്ചിരി ഗ്യാപ്പിട്ട് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുക. അങ്ങനെ ഫ്രില്ലിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെ നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇതിൻ്റെ ഈ ഹക്കോബയുടെ മെറ്റീരിയലിൻ്റെ നല്ല വശവും നമ്മുടെ കുർത്തിയുടെ നല്ല താഴ്ഭാഗത്തെ നല്ല വശവും കൂടി വെച്ചിട്ട് നമ്മളിതേപോലെ 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിലൊന്ന് വെച്ചിട്ട് ഈ പീസുകൾ തമ്മിലൊന്ന് 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ഈ കുർത്തി ഷേപ്പാക്കിയിട്ട് ഫുള്ള് നമുക്ക് സ്ലീവ്, ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഇതെല്ലാം ഒന്ന് ഷേപ്പാക്കി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നമ്മളിത് ഫ്രില്ല് പിടിപ്പിക്കുവാണെങ്കിൽ നമുക്കപ്പോൾ ഒറ്റ പീസിൽ നമുക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്യാതെയാണ് ഇതിൻ്റെ ഫ്രില്ല് കൊടുക്കുന്നത് കൊണ്ട് ഞാനതപ്പോൾ ഒരു പീസ് വന്ന് അത് ഫ്രില്ലിട്ടിട്ട് അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ടേ. എന്നിട്ട് അങ്ങനെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. നമ്മളൊരു നോർമൽ സ്ലീവാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. ഈ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് ലെങ്ത്. അത് നോർമൽ സ്ലീവായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മുടെ ഈ സ്ലീവിൻ്റെ അടിഭാഗം ആദ്യം ഒരു 1/2 ഇഞ്ചിൽ മടക്കി പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് അടിഭാഗം ഒന്ന് 2 സ്ലീവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അങ്ങനെ 2 സ്ലീവിൻ്റെയും അടിഭാഗങ്ങൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ഷോൾഡറിൽ സ്ലീവ് ഒന്ന് ജോയിൻ ചെയ്യാം. ഷോൾഡറിൻ്റെ
സെൻറ്റർ ഭാഗവും സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും കൂടി നല്ല വശങ്ങൾ തമ്മിൽ ഒരേപോലെ ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമുക്കിതേപോലെ സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക, അതേപോലെ സെൻറ്ററിൽ നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫുൾ ലുക്ക് ഇങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ഈ കുർത്തി നമ്മുടെ ഷേപ്പ് അനുസരിച്ചൊന്ന് ഷേപ്പ് ചെയ്തിട്ടുണ്ടേ. ഇനി എന്നിട്ട് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അടിയിൽ ഫ്രില്ലെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബൊമ്മയിലിട്ടേക്കുന്നത് കൊണ്ട് ഒരു ഇച്ചിരി ഒരു ഷേപ്പില്ലാതെ കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. നമ്മുടെ സ്ക്വയർ നെക്കൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ലേസും കൂടി നമ്മൾ ആ ബ്ലാക്ക് പീസ് ചെയ്തപ്പം എനിക്കതൊരു ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുർത്തിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്